كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ജാമിഅ സ്വഹീഹ് എന്ന ഗ്രന്ഥത്തിൽ കിതാബു ശരിക്കയിൽ ഉദ്ധരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഒരു ഉപമ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കൂട്ടം ആളുകൾ ഒരു കപ്പലിൽ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കപ്പൽ 2 തട്ടുകളുള്ള ഒന്നാണ്. 2 തട്ടുകളിലായിക്കൊണ്ടാണ് യാത്രക്കാരുമുള്ളത്. താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട വെള്ളം സംഭരിച്ചു വച്ചിരിക്കുന്നത് മുകളിലത്തെ തട്ടിലാണ്. തങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോഴൊക്കെയും മുകളിലേക്ക് കയറി ചെന്ന് വെള്ളം എടുത്തുകൊണ്ടുവരുന്നത് ഒരു പ്രയാസമാണ് എന്ന് കുറേയധികം ആളുകൾ ആലോചിച്ചപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഈ പ്രയാസം സഹിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് എന്തിന് കയറിപ്പോകണം? ഇത്ര പരിശ്രമം എന്തിന്? തങ്ങൾ കടലിലൂടെയാണല്ലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങൾ ചവിട്ടി നിൽക്കുന്ന ആ പാദത്തിന് താഴെ വെള്ളമാണല്ലോ ഉള്ളത്. അവിടെ ഒരു കുഴി ഉണ്ടാക്കുകയാണ് എങ്കിൽ, ഒരു ഓട്ട കുത്തുകയാണ് എങ്കിൽ സുലഭമായി തങ്ങൾക്ക് വെള്ളം ശേഖരിക്കാമല്ലോ എന്ന് ഒരാൾ വിചാരിക്കുകയും അതിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്താൽ ബാക്കിയുള്ള ആളുകളെല്ലാം അത് നോക്കി നിൽക്കുകയോ മൗനാനുവാദം നൽകുകയോ അത് നോക്കി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവരുമായി തീർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, സർവനാശമായിരിക്കും അതിൻ്റെ
പരിണിതഫലം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നമ്മുടെ നാടുകളിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാൻ വലിയ ഒരു അപകടത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിയിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ കൈ പിടിച്ചിട്ടില്ല എങ്കിൽ എത്ര വലിയ അപകടമാകും ഉണ്ടാവുക. എന്നാൽ ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സമൂഹത്തിൽ അംഗീകാരവും പരിഗണനയും നിയമപരിരക്ഷയുമാണ് ലഭിക്കുന്നതെങ്കിലോ, സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റിന് അത് തടയേണ്ടതിന് പകരം അതിനെ അംഗീകരിക്കുകയും അതിന് പരിഗണന ലഭിക്കുകയും അതിന് നിയമപരിരക്ഷ ലഭിക്കുകയും ചെയ്യുന്നതാണ് എങ്കിലോ അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നിർണ്ണയിക്കാൻ സാധിക്കാത്തതായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഉപമയെ നമ്മുടെ സമകാലിക സമൂഹത്തിലേക്ക്, നമ്മുടെ സാമൂഹിക ക്രമത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. എല്ലാ തിന്മകളെയും നോർമലൈസ് ചെയ്യുന്ന, എല്ലാ തെറ്റുകളെയും സാമാന്യവൽക്കരിക്കുന്ന, ലാഘവത്തോടുകൂടി തെറ്റുകളെ സമീപിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ വലിയ തെറ്റായി കണ്ടിരുന്ന, അതിനെയൊക്കെ ജാള്യതയോടുകൂടി മാത്രം കണ്ടിരുന്ന ആളുകൾ പലതും ഇപ്പോൾ ക്രമാതീതമായി അതൊന്നും തെറ്റല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിന്മകളിങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇതിൻ്റെ ആവർത്തനം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അനുഭവിക്കുന്ന ആളുകൾക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പോവുകയാണ്, ഇതിനൊക്കെ ഇപ്പോൾ എന്താണ് കുഴപ്പം? ചില തെറ്റുകളോടൊക്കെ നമ്മുടെ സമീപനവും അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഇതിനൊക്കെ എന്താണ് കുഴപ്പം എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ പോലും, നമ്മുടെ ആലോചനകൾ പോലും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകേണ്ടുന്നതാണ്. അതിരുകടക്കുന്ന അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ സമൂഹം എത്ര ഗൗരവത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനെ അനുവദിക്കാതിരിക്കുകയും അതൊരു തിന്മയായി കാണുകയും അത്തരം ആളുകൾക്കെതിരെ സമൂഹം ഒന്നായി നിൽക്കുകയും നടപടികളിലേക്ക് പോവുക വരെ ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം സമീപനങ്ങളെയെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുകമറയിൽ നിർത്തിയിട്ട് അതിനെ എതിർക്കുന്ന ആളുകളെയെല്ലാം അവരെല്ലാം സദാചാര ഗുണ്ടകൾ എന്ന പരിവേഷം നൽകി അവരെ പാർശ്വവൽക്കരിച്ച് ഇപ്പോൾ ആളുകൾക്ക് ഭയമാണ്. തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവരെ എതിർക്കാനും അവരുടെ തെറ്റുകളെ ചോദ്യം ചെയ്യാനും ആളുകൾക്ക് ഭയമാണ്. കാരണം ആ ഒരു അത്രയും അപകടകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്ക് ഇടയിൽ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തീർത്തും അന്യരായ ഒരു സ്ത്രീയും പുരുഷനും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ചെയ്തുകൂടാൻ പാടില്ലാത്തതായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിൽ ഇടപെടാനും അതിനെ ചോദ്യം ചെയ്യാനും ആ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയം ഉണ്ടാകുമാറ് ഇത്രയേറെ കൃത്യമായ ഇടപെടലുകൾ തെറ്റുകളെ ന്യായീകരിക്കുന്നിടത്ത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. എന്തിനേറെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹ ബന്ധങ്ങൾക്ക് വരെ സമൂഹം അംഗീകാരം നൽകുകയും നിയമപരിരക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധ്യവും ഒരു ചിന്തയും കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെ സമൂഹത്തിൽ ഇങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രചാരം നൽകുന്നുണ്ട്. ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകൾ പിന്തിരിപ്പന്മാരാണ് എന്ന്, ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകൾ പുരോഗമനവാദികളാണ് എന്ന്. അതുകൊണ്ട് പലരും ഈ പിന്തിരിപ്പന്മാരുടെ കുപ്പായം അഴിച്ചു വെച്ച് പുരോഗമനവാദിയുടെ കുപ്പായം ധരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പരിണിത ഫലം എന്ത് എന്ന് ചോദിച്ചാൽ സർവനാശമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 104-ാമത്തെ വചനം, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു സമുദായം ഉണ്ടാകണം, നിങ്ങളിൽ നിന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാകണം,
നിങ്ങളിൽ നിന്ന് ഒരു സംഘമുണ്ടാകണം, ഒരു സംഘടനയുണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുകയും, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുകയും, വയൻഹൗന അനിൽ മുൻകർ, തിന്മ കണ്ടാൽ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു ഉമ്മത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം പഠിച്ചിട്ട് നമ്മളത് കൃത്യമായി ഓർക്കണം. ഇത് ഇല്ലാതെ ആയിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന്. സർവനാശമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയണം. വൽ അസ്ർ, നമുക്ക് പരിചിതമായ മനപ്പാടമുള്ള അധ്യായമാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നാശത്തിലാണ്, അവൻ നഷ്ടത്തിലേക്ക് ആപതിക്കുക തന്നെ ചെയ്യും. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ അവരൊഴികെ. അതുമാത്രം പോരാ, തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ കർമ്മങ്ങളുമായി ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചു പോയാൽ മാത്രം പോരാ. വതവാസൗ ബിൽ ഹഖ്, സത്യമെന്തോ യാഥാർത്ഥ്യമെന്തോ ന്യായമെന്തോ അത് പരസ്പരം ഉപദേശിക്കുകയും, വതവാസൗ ബിസ്സബ്ർ, ആ നന്മയുടെ പാതയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളിലും ക്ഷമ കൈക്കൊള്ളണം എന്ന് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു സംഘം, അവരല്ലാത്തവർക്കെല്ലാം നാശമാണ്. അങ്ങനെ ഒരു വിഭാഗം ഒരു നാട്ടിൽ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയണം. അതില്ല എങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഈ സമൂഹത്തിന് തന്നെ വലിയ നാശമായിരിക്കും എന്ന കൃത്യമായ ബോധ്യമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വരച്ചു വെക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ. എന്നാൽ തിന്മകളെയെല്ലാം വളരെ കൗശലത്തോടുകൂടി സമൂഹത്തിൽ അതൊരു തിന്മയെ അല്ല എന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമുക്കിടയിൽ. അവരുടെ കെണിയിൽ പലപ്പോഴും നമ്മളും പെട്ടുപോകാറുണ്ട്. എന്നാൽ കരുതിയിരിക്കേണ്ടത് എന്താണെന്ന് അറിയോ? വിശുദ്ധ ഖുർആൻ അത്തരം ആളുകൾക്ക്, അത്തരം സമൂഹങ്ങൾക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് ബനൂ ഇസ്രായേല്യരുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറ അഅറാഫിലെ 163 മുതൽ 166 വരെയുള്ള വചനങ്ങൾ. വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാദിറത്തൽ ബഹ്ർ, ആ കടലിന്റെ ഉണ്ടായിരുന്ന ആ ഗ്രാമവാസികളായ ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം, പഠിക്കണം. ഇത് യഅദൂന ഫിസ്സബ്തി ഇത് തഅതീഹിം ഹീതാനുഹും യൗമ സബ്തിഹിം ശുർറാ, അവർ ശബ്ബത്ത് ആചരിക്കുന്ന ദിവസങ്ങളിൽ അവരുടെ മുന്നിലുള്ള കടലിലെ പരപ്പുകളിൽ, ഓളപ്പരപ്പുകളിൽ മത്സ്യങ്ങൾ ഇങ്ങനെ തല ഉയർത്തി അവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. എന്നാൽ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം, എന്നാൽ അതല്ലാത്ത അവർ ശബ്ബത്ത് ആചരിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യങ്ങളൊന്നും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടില്ല. വകദാലിക നബ്ലുവഹും ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ കാണിച്ചു കൊണ്ടിരുന്ന അവരുടെ ആ തിന്മയെ ഈ രൂപത്തിൽ അള്ളാഹു പരീക്ഷണം നൽകി അവരെ പരീക്ഷിച്ചു എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ആ ചരിത്രം ഇങ്ങനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാം. ചെങ്കടൽ രണ്ടായി ഭാഗിക്കുന്നിടത്ത് അതിൻ്റെ ഇടതുഭാഗത്തെ അറിയപ്പെടുന്നത് അൽ അഖബ എന്ന് പറയുന്ന കടലിനെയാണ്. അതിൻ്റെ സമീപത്ത് താമസിച്ചിരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മത്സ്യബന്ധനം തൊഴിലായി കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് തൗറാത്തിൻ്റെ നിയമമനുസരിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യം പിടിക്കാൻ പാടില്ല, മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നുള്ളതും, ആ ദിവസത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുകയും വേണം എന്നുള്ളത് അവർക്ക് നിയമമാക്കപ്പെട്ട, അവർ ആചരിക്കേണ്ടുന്ന ഒരു ദിനമായി നിയമമാക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അങ്ങനെ അവർ ശബ്ബത്ത് ആചരിക്കുന്ന യൗമുസബ്തിൻ്റെ ദിവസങ്ങളിൽ, ശനിയാഴ്ച ദിവസങ്ങളിൽ അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ച എന്ന് പറയുന്നത് അവർക്ക് മുന്നിൽ മത്സ്യങ്ങൾ ഇങ്ങനെ തല ഉയർത്തി കൂട്ടം കൂട്ടമായി വന്നു നിൽക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിയമം അതിനെ പിടിക്കാൻ, അതിനെ മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ ചെയ്ത ഒരു കുതന്ത്രം എന്ന് പറയുന്നത്, അവർ മത്സ്യത്തെ പിടിക്കുന്നതിന് പകരം ആ കടലിൽ നിന്ന് ചെറിയ ചാലുകൾ കീറി അതിനെ കുളത്തിലേക്ക് എത്തിച്ച് ആ കുളത്തിൽ നിന്ന് മത്സ്യം
പിന്നീട് കടലിലേക്ക് രക്ഷപ്പെട്ടു പോകാത്ത വിധം അതിനെ അടച്ചു വെക്കുന്നു. കൗശലത്തിലൂടെ ദൈവത്തിൻ്റെ നിയമങ്ങളെ മറികടക്കാനുള്ള കുതന്ത്രങ്ങൾ അവർ മെനയുകയും അങ്ങനെ ആ രൂപത്തിൽ പിന്നെ തുടർന്ന് ഞായറാഴ്ചകളിൽ അവർ ആ ശബ്ബത്ത് ആചരിച്ചു കഴിയുമ്പോഴേക്ക് ആ മത്സ്യബന്ധനം നടത്തുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന, ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, ദൈവത്തിൻ്റെ ഹിതങ്ങളെ, നിയമങ്ങളെ കൗശലത്തിലൂടെ, കുതന്ത്രത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഇടയിലും ഇത്തരക്കാർ ജീവിക്കുന്നുണ്ട്, ബനു ഇസ്രായേലരുണ്ട് എന്നല്ല, നേരെ മറിച്ച് ഇത്തരം ചിന്താഗതികളുള്ള ആളുകൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കയ്യിൽ നിന്ന് പണം പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും അധികം ആളുകൾക്കും ഇത്തരം ചിന്ത ഉണ്ടാവുക. ജക്കാത്തിൻ്റെ കാര്യമൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. അന്ന് തുടങ്ങും കണക്ക് കൂട്ടാൻ, എൻ്റെ ലോണുകൾ, എൻ്റെ ബാധ്യതകൾ, എൻ്റെ വാഹനത്തിൻ്റെത് എന്ന് പറഞ്ഞിങ്ങനെ കണക്ക് കൂട്ടി കച്ചവടത്തിൽ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതുമൊക്കെ കൃത്യമായി ഇങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ എനിക്ക് ജക്കാത്തില്ല. അവസാനം അവൻ്റെ ബാലൻസ് ഷീറ്റിൽ എഴുതി വെക്കുന്ന വാചകം ഇതായിരിക്കും, എനിക്ക് ജക്കാത്തില്ല. കണക്കൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ജക്കാത്തില്ല. ഇങ്ങനെ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ വിവാഹങ്ങളിൽ നിങ്ങൾ നോക്ക്, ഇസ്ലാം അനുവദിച്ച ഒരു വിവാഹത്തിൻ്റെ ക്രമമുണ്ട്. അതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിച്ചത് എങ്ങനെയാണെന്നറിയോ? ഒരു അറബി നൈറ്റ്, പേര് അറബിയായി, ഇടുന്ന വസ്ത്രം പർദ്ദയായി, ഹിജാബിൻ്റെ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അവിടെ ഉയർന്നു കേൾക്കുന്ന സംഗീതം അറബി സംഗീതമായി, ഹലാലായും. ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഇങ്ങനെ അട്ടിമറിക്കാൻ, കുതന്ത്രങ്ങളിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ജൂതന്മാർ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കൗശലങ്ങളിലൂടെ ഹലാലാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്നുണ്ടാവരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ പ്രവാചകന്റെ അനുചരന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ബനു ഇസ്രായേലരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അവിടെ 3 തരത്തിലുള്ള 3 വിഭാഗം ആളുകളാണ് ഉണ്ടായി വന്നത്. അവരിൽ ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കുതന്ത്രങ്ങളിലൂടെ മറികടന്ന് അതിനെ നിഷേധിച്ച് ആ നിയമങ്ങൾക്ക് ഒരു വിലയും നൽകാതെ മത്സ്യബന്ധനം നടത്തിയ ബനു ഇസ്രായേലരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ രണ്ടാമത് ഒരു വിഭാഗം ആളുകളുണ്ട് അവിടെ. അത് ഈ തെറ്റ് കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ ഇതൊരു തെറ്റാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ എന്ന് കൃത്യമായി അവരോട് ആ തെറ്റിനെ കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ഒരു വിഭാഗം ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെയുള്ള ലംഘനമാണ് എന്ന് കൃത്യമായി അവരോട് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച ഒരു വിഭാഗം ആളുകൾ അവർക്കിടയിലുണ്ട്. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാരാണെന്നറിയോ? അവർ പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത് കാലത്ത് ഉമ്മത്തും മിൻഹും, അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞത് ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. നിങ്ങൾ എന്തിനാണ് ഈ നന്മ കൊണ്ട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഈ മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത പണിയെടുക്കുന്നത്? എന്തിനാണ് ഈ വിഭാഗത്തെ ഇങ്ങനെ നന്മ കൊണ്ട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു സർവനാശം കൊണ്ട് അവരെ പരീക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ച് അള്ളാഹു ഇല്ലായ്മ ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? എന്തിനാണ് സമയം കളയുന്നത്? എന്തിനാണ് ഇത്തരം പരിശ്രമങ്ങൾ ഇങ്ങനെ വൃഥാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു മൂന്നാമത്തെ വിഭാഗം ആളുകളും ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഈ 3 വിഭാഗം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അതിലംഘിക്കുന്ന ആളുകൾ, ആ നിയമങ്ങൾ അതിലംഘിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും നിലപാട് പറയുന്ന ആളുകൾ. മൂന്നാമതൊരു വിഭാഗം നമ്മൾ എന്തിനാണ് എന്ന് ചോദിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നവരും പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുമായ ആളുകൾ. ഇങ്ങനെയും ഒരു വിഭാഗമുണ്ട്. നമ്മൾ ഇതിലേതിലാണ് പെടുക? ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഞാൻ ഈ 3 വിഭാഗത്തിൽ എവിടെയാണ്?
നിയമം അതിലംഘിക്കുന്നവരുടെ കൂട്ടത്തിലോ അത് എതിർക്കുന്നവരുടെ കൂട്ടത്തിലോ നന്മ കൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിലോ? അതുമല്ല, എന്നെ ബാധിക്കാത്തതല്ലേ, ഇതെന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിലോ? വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞത് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജൈനൽ ലദീന യൻഹൗന അനിസ്സൂ വഅഖദിനൽ ലദീന ളലമൂ ബിഅദാബിൻ ബഈസ്. ഈ അവസ്ഥയിലേക്ക് ആ വിഭാഗം ആളുകൾ പോയപ്പോൾ അള്ളാഹുവിൻ്റെ ആ നിയമം അതിലംഘിച്ച ആളുകൾക്ക് മുന്നിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ബാക്കിയുള്ള ആളുകളെ അള്ളാഹു കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കുകയും ചെയ്തു എന്നാണ്. സൂറത്തുൽ ബഖറയിൽ ഈ ഭാഗം ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, വകൂനു ഖിറദതൻ ഖസീൻ, നിന്ദ്യന്മാരായ കുരങ്ങന്മാര് ആക്കി അവരെ മാറ്റിക്കളഞ്ഞു എന്ന്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ സംഭവത്തെ ഇങ്ങനെ വിശദീകരിച്ച് നമുക്ക് തരികയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇതിൽ ഈ 3 വിഭാഗത്തിൽ എവിടെ നിൽക്കേണ്ട ആളുകളാണ്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കേണ്ടവരാണ്, എവിടെയാണ് നിൽക്കുന്നത്? വൽതകും മിൻകും ഉമ്മത്തൻ എന്ന് പറഞ്ഞത് ആരോടാണ്? എന്നോടും നിങ്ങളോടും, അല്ലെങ്കിൽ പിന്നെ ആരോടാണ്? ആ ഒരു ഉമ്മത്തായി മാറേണ്ടത് നമ്മളല്ലാതെ മറ്റാരാണ്? അങ്ങനെ ഒരു ആലോചനയുണ്ടാകട്ടെ. രണ്ടാമത്തെ വിഭാഗത്തെ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്താനുള്ള കാരണം അവർ പറഞ്ഞ അവരുടെ നിലപാടിലെ 2 പ്രത്യേകതകളാണ്. ഒന്നാമത്തത് എന്താണെന്നറിയോ? ഖാലു മഅ്ദിറതൻ ഇലാ റബ്ബിക്കും. അവർ പറഞ്ഞത്, ഞങ്ങൾ എന്തിനാണ് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയും ഇത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നത്? ഖാലു മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് ഒഴിവ് കഴിവ് പറയണ്ടേ? എന്നെ മുസ്ലിമാക്കിയിട്ട്, എന്നെ വേദം പഠിപ്പിച്ചിട്ട്, എൻ്റെ ദൗത്യം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് എനിക്കെൻ്റെ റബ്ബിനോട് പറയണ്ടേ? റബ്ബ് ചോദിക്കുന്നൊരു ദിവസം വരാനില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ പോലും ഈറനണിഞ്ഞ ആ ആയത്തുകൾ ഉണ്ടല്ലോ. കൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക ഇലാ ഹൗലാഇ ഷഹീദ. പ്രവാചകരെ എങ്ങനെ ഉണ്ടാകും? ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഈ സമുദായത്തിലേക്ക്, ഈ സമൂഹത്തിലേക്ക് അങ്ങയെ പറഞ്ഞയപ്പിച്ച് അതിനുശേഷം ഒരു ദിനം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അങ്ങയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം ഉണ്ടാകും പ്രവാചകരെ എന്ന ആ ചോദ്യത്തിൻ്റെ മുന്നിൽ, ആ ചോദ്യം കേട്ടപ്പോൾ, ആ ആയത്ത് പാരായണം ചെയ്ത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ പോലും ഈറനണിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇങ്ങനെ തിരഞ്ഞെടുത്ത ഒരു ഉമ്മത്ത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ, നമ്മളെ അള്ളാഹു തിരഞ്ഞെടുത്ത് നാമകരണം ചെയ്തവരാണ് എന്ന്. അങ്ങനെയുള്ള ഒരു ഉമ്മത്തിന് അവരുടെ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ അടുക്കൽ എന്താണ് നമുക്ക് ബോധിപ്പിക്കാനുണ്ടാവുക? രണ്ടാമത്തെ അവരുടെ ന്യായം എന്ന് പറയുന്നത്, അവരുടെ വാദം എന്ന് പറയുന്നത്, ലഅല്ലഹും യത്തഖൂൻ, ഞങ്ങൾ എന്തിനിതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു? ഇവർ ഒരിക്കലും തിരുത്തപ്പെടില്ല എന്ന് തോന്നിയിട്ടും എന്തിന് ഞങ്ങൾ ഇങ്ങനെ നന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിന്മയെ എതിർത്തുകൊണ്ടിരിക്കുന്നു? ലഅല്ലഹും യത്തഖൂൻ, അവർ ചിലപ്പോൾ നന്നായാലോ, അവർ മുത്തക്കികളായാലോ, അവർ നന്നായാലോ, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്താലോ? ആ ശുഭപ്രതീക്ഷയാണ് നന്മ കൽപ്പിക്കാൻ നമുക്ക് കാരണമാകേണ്ടുന്നത്. നമ്മൾ വഴി ഒരാൾ ഹിദായത്തിലെത്തിയാലോ, ഒരു നന്മ, ഒരു തിന്മ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, സമൂഹത്തിൽ നിന്ന് വേണ്ട ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തിന്മ ഇല്ലാതാക്കാൻ എനിക്ക് സാധിച്ചാലോ, എൻ്റെ വർത്തമാനം അതിന് അള്ളാഹു ഒരു തൗഫീക്ക് ആക്കിയാലോ, അവനൊരു ഹിദായത്ത് നൽകിയാലോ? അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എൻ്റെ റൂഹ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദി. നിങ്ങൾ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ സാധ്യമെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് അതിനെ എതിർക്കണം, അതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കണം. ഫഇല്ലം യസ്തത്യ, അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഫബിലിസാനി, അതിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. അതിനെതിരെ പറയാമല്ലോ. അത് തെറ്റാണെന്ന് അവരോട് ഉറക്കെ പറയാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം. ഫഇല്ലം യസ്തത്യ, അതിനും കഴിയുന്നില്ല, അത്രമേൽ ദുർബലതയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഫബിഖൽബി, അവൻ്റെ ഹൃദയം കൊണ്ട് അതിനോടൊരു വെറുപ്പ് എങ്കിലും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാമല്ലോ. ഞാനില്ല എന്ന് പറയാമല്ലോ, ഇതിൽ ഞാനില്ല എന്ന് ഉറപ്പുവരുത്താമല്ലോ. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് കേട്ടോ
ഏറ്റവും ദുർബലമായ ഈമാൻ. ശക്തമായ ഈമാൻ കൊണ്ട് നടക്കുന്ന സഹോദരന്മാരെ ആലോചിക്കേണ്ടത് അത്രയെങ്കിലും പറയാൻ കഴിയലാണ് അദ്അഫുൽ ഈമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആലോചന ഉണ്ടാവും, സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞാടുന്ന തിന്മകൾക്കെതിരെ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങൾ സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോകണമെന്നൊന്നുമില്ല. കുടുംബത്തിൽ നിന്ന് തുടങ്ങാമല്ലോ. മക്കളോട് പറയാമല്ലോ, ഭാര്യയോട് പറയാമല്ലോ, ഉമ്മയോട് വാപ്പയോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാലോ. അനുസരിക്കുന്നില്ല എങ്കിൽ ഞാനിതിലില്ല എന്ന് പറയുന്ന അവസാനത്തെ അദ്അഫുൽ ഈമാനെങ്കിലും ഉണ്ടാക്കാമല്ലോ. വലാ തകൂനു ഇമ്മാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ ഒന്നും നടക്കാതിരിക്കുമ്പോൾ എന്നാൽ അങ്ങോട്ട് കൂടെ കൂടിക്കളയാം എന്ന് പറയുന്ന കൂടെ കൂടികളാകാതിരിക്കാമല്ലോ. അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാശം സംഭവിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കുമായിരിക്കും എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രഖ്യാപനം, ആ കൽപ്പനയെങ്കിലും, ആ ഉണർത്തലെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, അതിലുമപ്പുറം നന്മ എന്ത് എന്ന് ജനങ്ങളെ ബോധ്യവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി വിശുദ്ധ ഖുർആൻ ഇതേ ബനു ഇസ്രായേല്യരുടെ ചരിത്രം പറയുന്ന സൂറത്തുൽ മാഇദയിൽ ഇങ്ങനെ ഒരു ഭാഗം കൂടി പറയുന്നുണ്ട്. ലുഇനൽ ലദീന കഫറു മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേല്യരെ, അതിൽ നിന്ന് സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും എല്ലാം നാവുകളിലൂടെ ശപിക്കപ്പെട്ട വിഭാഗമാണ് ബനു ഇസ്രായേല്യർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദാലിക ബിമാ അസൗ വകാനു യഅ്തദൂൻ, അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം കാണിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായി കൊണ്ടാണ്. നിയമങ്ങൾ ധിക്കരിക്കുകയും ആ നിയമങ്ങളെ കുതന്ത്രങ്ങളിലൂടെ മറികടക്കാനുള്ള ശ്രമങ്ങൾ അല്ല, അത് നടപ്പിൽ വരുത്തുകയും ചെയ്തതുകൊണ്ടാണ് ബനു ഇസ്രായേല്യരിലെ നിഷേധികളായ ആളുകളെ അള്ളാഹു ശപിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നത് എന്തായിരുന്നു അവരുടെ കുഴപ്പം? കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു. ഇതാ പ്രശ്നം. ഒരു തിന്മ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മ കണ്ടിട്ടും തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവർ അതിനെ നിരോധിക്കാത്ത ആളുകളായിരുന്നു എന്ന്, അതിനെതിരെ പ്രവർത്തിക്കാത്ത ആളുകളായിരുന്നു എന്ന്. അവർ തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല, നേരെ മറിച്ച് ആ തെറ്റ് കണ്ടിട്ടും അതിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാതിരുന്ന ആളുകൾ ആണ് എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ വ്യാപ്തി വളരെ വലുതാണ്. നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത അത്ര വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്കിടയിൽ, പ്രായക്കാർക്കിടയിൽ അവർ ഉപയോഗിക്കുന്ന ചില ടെർമിനോളജികൾ വരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ, ആ തെറ്റിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ ഇങ്ങനെ താക്കീത് ചെയ്യുന്നുണ്ട്. ലതഅ്മുറന്ന ബിൽ മഅറൂഫി വല തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം. ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങളിനി അതിന് തയ്യാറല്ല എങ്കിൽ, നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ, ലയൂശക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഇൻദിഹി,
അള്ളാഹു അവൻ്റെ അടുക്കൽ നിന്ന് ഒരു ശിക്ഷ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടുക ചെയ്യും, ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന്. സുമ്മ തദ്ഊന, പിന്നീട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അള്ളാഹുവെ ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന്, ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഫലാ യസ്തജീബു ലക്കും, ഉത്തരം ലഭിക്കില്ല, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല. നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ ഈ ഒരു വീക്ഷണത്തിലൂടെ നമുക്കൊന്ന് നോക്കിക്കാണാനും ശ്രമിക്കാമല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ വൽതകും മിൻകും ഉമ്മ, സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാവണം, ഒരു കൂട്ടമുണ്ടാവണം. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് അത്തരം സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷ കൂടി പരിഗണിക്കപ്പെടുന്ന ഭാഗമാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ രംഗത്ത് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്നവരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടണം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ കളക്ഷൻ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുമ്പോഴൊക്കെ പറയാറുള്ളതാണ്, നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന അപേക്ഷകളുടെ ബാഹുല്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ആവശ്യക്കാർ നമുക്ക് ചുറ്റുപാടും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ചെറുതെങ്കിലും ഒരു സഹായം, ഒരു കൈത്താങ് എത്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും നല്ല ഇടപെടൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാഥൻ. എല്ലാ നന്മകളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.